ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ്. ഒരു വൺ ഡേ ട്രിപ്പിന് വന്നതാണ് കേട്ടോ. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് ഈ ഷിപ്പ് യാത്ര തന്നെയാണ് കേട്ടോ. വളരെയധികം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഷിപ്പ് യാത്ര. ശരിക്കും ഈ ഷിപ്പിലൂടെ പോകുമ്പോഴാട്ടോ, കുറേ ദൂരം ഇങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് ആ ബിൽഡിങ്സിൻ്റെ ഒക്കെ ഒരു ബ്യൂട്ടിയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. കുഞ്ഞു കുഞ്ഞു ബിൽഡിങ്സുകൾ, വലിയ ബിൽഡിങ്സുകളൊക്കെ വരുമ്പോൾ ആ ഒരു വ്യൂ എന്ന് പറയുന്നത് വളരെയധികം ഡിഫറെൻ്റ് ആണ്. അതൊന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം കേട്ടോ. എനിക്കിതൊരു അൺഫോർഗെറ്റബിൾ മെമ്മറിയാണ് കേട്ടോ. അത്രയും എനിക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റി ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു യാത്ര അടിച്ചു പൊളിച്ചു. അതേപോലെ ഈ ചേട്ടനാണ് കേട്ടോ നമുക്ക് കൊച്ചിയിൽ സമ്മർ എന്നെ പറഞ്ഞത് പ്രസന്റ് ചെയ്തു. അതുപോലെ എറണാകുളത്തിന് സുന്ദരമായിട്ടുള്ളൊരു പഴയ പേരുണ്ട്. എറണാകുളത്തിന്റെ പഴയ പേരാണ് ഋഷി നാഗകുളം. പണ്ടൊരു ഋഷി വരെ എറണാകുളം കുളത്തിൽ നിമജ്ജനം ചെയ്തൊരു സ്റ്റോറിയിൽ നിന്നാണ് ഋഷി നാഗകുളത്തിൽ നിന്ന് എറണാകുളം എന്ന പേരുണ്ടായിരുന്നത്. നമ്മൾ പോകുന്നത് വെമ്പനാട്ട് കായലാണ്. ഭാരതത്തിലെ ഏറ്റവും വിശാലമായിട്ടുള്ള കായലാണ് വെമ്പനാട്ട് കായൽ. വെമ്പനാട്ട് കായൽ 3 ജില്ലകളാണ് അതിൽ പങ്കിട്ടൊഴുകുന്നത്: എറണാകുളം, കോട്ടയം, ആലപ്പുഴ. എറണാകുളത്തിലെ ഏറ്റവും സുന്ദരമായ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ഈ കാണുന്ന മറൈൻ ഡ്രൈവ് ആണ്. ഒരു 3.5 കിലോമീറ്റർ നീളമുള്ള മറൈൻ ഡ്രൈവ്